നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാമിൻ യമാലിൻ്റെ പോക്ക് നെയ്മറുടെ വഴിയെയാണോ? സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. മാർക്ക കൃത്യമായിട്ട് പറയുന്നു, ഇറ്റ്സ് എ ഷെയിം ദാറ്റ് ഹി ഇൻസിസ്റ്റ് ഓൺ ബീയിങ് നെയ്മർ. പലവട്ടം ലാമിൻ യമാൽ പറഞ്ഞതാണ് തൻ്റെ ഐഡളാണ് നെയ്മർ ജൂനിയർ. നെയ്മറെ പോലെ കളിക്കുക, നെയ്മറുടെ കളി കണ്ട്, അദ്ദേഹത്തിൻ്റെ കളിരീതികൾ കണ്ട് അത് അനുകരിക്കാൻ വേണ്ടി പലപ്പോഴും താൻ ശ്രമിച്ചിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്നൊക്കെ യമാൽ പറഞ്ഞിട്ടുള്ളതാണ്. യമാലും നെയ്മറും തമ്മിലുള്ള ആ ഒരു അടുപ്പവും നമ്മൾ കണ്ടു. കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് യമാൽ നേരെ ബ്രസീലിലേക്ക് പറക്കുകയാണ് ചെയ്തത്. അവിടെ നെയ്മറോടൊപ്പം ദിവസങ്ങൾ ചിലവഴിച്ചിട്ടാണ് പിന്നെ മടങ്ങി വന്നത്. ഏതായാലും ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, യമാൽ മാതൃകയാക്കേണ്ടത് നെയ്മറയല്ല, മറിച്ച് ബാഴ്സ ലെജൻഡുകളായ മെസ്സി, ഇനിയസ്റ്റ എന്നിവരിലൊക്കെയാണ് ഐഡളിനെ കണ്ടെത്തേണ്ടത് എന്ന്. അതിൻ്റെ കാരണം, നെയ്മർ ബാഴ്സലോണയിലും മറ്റ് യൂറോപ്പിലെ മറ്റ് ക്ലബ്ബിൽ, അതായത് PSG ഉണ്ടായിരുന്ന സമയത്തൊരു പാർട്ടി ബോയ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വലിയ രൂപത്തിൽ ചില ഘട്ടങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ കളിക്കളത്തിനകത്ത് എന്ന പോലെ കളിക്കളത്തിന് പുറത്തും വലിയ നോയ്സുകളുണ്ടായി. ആ രൂപത്തിലാണ് ഇപ്പോൾ യമാലിൻ്റെ പോക്ക്. അത് കളിയെ ഡിസ്ട്രാക്റ്റ് ചെയ്യും, കളിയിലെ ഫോക്കസ് നഷ്ടപ്പെടുത്തും, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരാളെ അല്ല ഐഡളാക്കേണ്ടത്, മറിച്ച് ഓഫ് ദി പിച്ചിൽ ഒരു വിവാദവും ഉണ്ടാക്കാതെ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളുകൾ ബാഴ്സയിൽ തന്നെയുണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് ലയണൽ മെസ്സി, അതുപോലെ ആൻഡ്രെ ഇനിയസ്റ്റ. അങ്ങനെയുള്ളവരെ പോലെ ആവാൻ, അല്ലെങ്കിൽ അവരെ മാതൃകയാക്കാനാണ് യമാൽ ശ്രമിക്കേണ്ടത് എന്നാണ് മാർക്ക നിരീക്ഷിക്കുന്നത്. കാരണം സ്പാനിഷ് ദേശീയ ടീമിന് ഏറെ വിലപ്പെട്ട കളിക്കാരനാണ് യമാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ മികച്ച രൂപത്തിൽ കൊണ്ടുപോവുക എന്നുള്ളത് സ്പാനിഷ് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നതാണ്. വെറും ബാഴ്സ ആരാധകർക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയുള്ളത്. അപ്പോൾ മാർക്കയുടെ ലേഖനത്തിൽ അവർ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ലാമിൻ യമാലിന് ലോകത്തെ ഏറ്റവും മികച്ച താരമാകാനുള്ള എല്ലാമുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള ടാലൻ്റ് ഉണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നിൽ കളിക്കുന്നു. സോ ലാമിൻ ഹാസ് എവറിത്തിങ് ടു ബി ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ്. പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ കൂടുതൽ കെയർഫുൾ ആവേണ്ടതുണ്ട്. അവൻ അതിനു വേണ്ടി മാതൃകയാക്കാനായി നോക്കേണ്ടത് ബാഴ്സ ഐഡൾസ് ആയിട്ടുള്ള മെസ്സി, ചാവി, ഇനിയസ്റ്റ തുടങ്ങിയവരാണ്. ഹി കുഡ് ലുക്ക് അപ്പ് ടു ബാഴ്സ ഐഡൾസ് ലൈക്ക് മെസ്സി, ചാവി ആൻഡ് ഇനിയസ്റ്റ. അതേസമയം ഇത് വളരെ നാണക്കേടാണ്. നെയ്മറെ പോലെ ആവാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെയ്മറെയാണ് ഐഡളായി കാണുന്നതെങ്കിൽ അതൊരു ഷെയിമാണ് എന്നാണ് ഇപ്പോൾ മാർക്കയുടെ നിരീക്ഷണം. സ്പാനിഷ് മാധ്യമങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.